നിന്ന് നേരെ മൂന്നാർ ടൗണിലേക്ക് പോന്നു. മൂന്നാർ ടൗണിലെത്തി. ഇനിയിപ്പോ നല്ല സൺസെറ്റ് കാണുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് മൂന്നാറിലെ ഏറ്റവും നന്നായിട്ട് സൺസെറ്റ് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകാനുള്ള പ്ലാൻ ചെയ്യുന്നത്. ഇത് നമ്മളെ സജസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ മൂന്നാറിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സെന്തിൽ. അപ്പം ഞങ്ങളിപ്പം ആളിനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവിടെ നമ്മൾ സെന്തിലിനെ പിക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ എന്താ പറയുന്നത് സൺസെറ്റ് കാണാനായിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഏതാണ് സ്ഥലം, സൺസെറ്റ്, ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. അപ്പം എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം, അങ്ങോട്ട് പോകും. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാൻ പോയ ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചു തരാം. ഇതാണ് സെന്തിൽ ബ്രോ. ഈ മൂന്നാറിന്റെ എല്ലാമായ അത്യാവശ്യം ഇവിടുത്തെ ഒരു കിങ് ആണ്. എല്ലാം അത്യാവശ്യം മൂന്നാറിനെ കുറിച്ച് നല്ല ഐഡിയ ഉള്ള ആളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ അറിയാം. നമ്മളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളൂ ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കുന്നത് സെന്തിൽ. മൂന്നാറിലെ ഏറ്റവും നല്ല ലൊക്കേഷൻസ് എവിടെയാണ്, ഏറ്റവും നല്ല എവിടെയാണ് നമുക്ക് താമസിക്കാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എന്ത് ചോദ്യം നമുക്ക് ചോദിക്കാം. മൂന്നാറിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കാറ് നമ്മുടെ സെന്തിലേട്ടനെയാണ്. അപ്പം ഒന്ന് ഒരു ഹായ് കൊടുക്കാം. ഈ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തന്നത് സെന്തിൽ ഭായിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതായത് മൂന്നാർ ദേവികുളം റൂട്ടിൽ സിഗ്നൽ പോയിന്റ്. അപ്പം ഞങ്ങൾ സെന്തിലേട്ടൻ പറഞ്ഞ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്നാറിൽ ശരിക്കും വീക്കെൻഡ്സിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ശരിക്കും വീക്കെൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കുറേ ട്രാഫിക്കിലും അവിടെ നിന്ന് ശരിക്കും സൈറ്റുകൾ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ സൈറ്റ് സീയിങ്ങിലാണ് ആൾക്കാർ പോകുന്നത്. എല്ലാ സ്ഥലത്തും ഈ അൺസീൻ നേച്ചർ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ഓഫ് ദി ബീറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ട്രാവൽ ചെയ്യത്തില്ല. എല്ലാവരും മാട്ടുപ്പെട്ടി, എക്കോ പോയിന്റ്, കുണ്ടള ഡാം, ഇങ്ങനെ കേട്ട സ്ഥലങ്ങൾക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ എല്ലാം ഓൾറെഡി ഓവർ ക്രൗഡഡ് ഉണ്ടാവും ഈ വീക്കെൻഡ്സിൽ. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് എടുത്തിട്ട് വന്നാലും കുഴപ്പമില്ല, നഷ്ടം ഉണ്ടാവില്ല. കാരണം ഹോട്ടൽ റൂംസിൻ്റെ റേറ്റ്സ് കുറവായിരിക്കും, ട്രാഫിക് ഉണ്ടാവില്ല, സ്വസ്ഥമായിട്ട് ഫുഡ് കഴിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നമ്മളിപ്പോൾ നാഷണൽ പാർക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കണം, ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ തിരക്കായിരിക്കും. എല്ലാം തന്നെ ഒരു ഹറിബറി എന്നുള്ള അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഭയങ്കര മെസ്സപ്പ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വീക്ക് ഡേയ്സ് നമ്മൾ വരാൻ നല്ലതാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അതേപോലെ നമ്മൾ ഈ മൂന്നാർ എന്ന് പറയുന്നത് ശരിക്കും ഞാനൊക്കെ മൂന്നാർ എന്താണെന്ന് അറിഞ്ഞത് ശരിക്കും സെന്തിലേട്ടനുമായിട്ട് പരിചയപ്പെട്ടത്. പിന്നെ അതിന് മുമ്പ് ശരിക്കും മൂന്നാർ ടൗൺ വരെ വരും, അല്ലെങ്കിൽ നമ്മളെ മാട്ടുപ്പെട്ടി ഡാം വരെ പോകും. അവിടെ കണ്ടു കഴിഞ്ഞു, ഒരു ദിവസം കറങ്ങി പോകാം. മൂന്നാർ എന്ന് പറഞ്ഞാൽ ശരിക്കും 1, 2, 3 ദിവസം നിന്നാലൊന്നും തീരൂല, അതുപോലെ കാഴ്ചകളുണ്ട്. അത് ശരിക്കും ഞങ്ങൾ ഈ ഇതിൻ്റെ കമൻറ്റിൽ നമ്മൾ സെന്തിലേട്ടൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാറിനെ കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് സെന്തിലേട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. സെന്തിലേട്ടൻ്റെ മറ്റേ കെസ്ട്രൽ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് ഇവിടെ. അതായത് എന്താ പറയുക, അഡ്വഞ്ചർ ട്രക്കിംഗ്, അങ്ങനെ എല്ലാ മേഖലകളിലും ഇവിടെ നിങ്ങൾക്ക് ഏത് ഏരിയയിൽ പോകണമെങ്കിലും സെന്തിലേട്ടനുണ്ട്. നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിൾ ടൂറിസം അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ടൂറിസം എന്നുള്ള ഒരു ആസ്പെക്റ്റിലെ മൂന്നാറിൽ ഇപ്പോൾ ഒരു 1 ഡേ ട്രിപ്പിനാണ് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ബേസിക്കലി ബെനിഫിറ്റ്സ് ഒന്നും കിട്ടാറില്ല. വരുന്ന ആൾക്കാർ കുറേ ഫുഡ് പാർസൽ ചെയ്ത് കൊണ്ടുവരും, എവിടെയെങ്കിലൊക്കെ ലിറ്റർ ചെയ്ത് അങ്ങനെ പോകും. നമ്മുടെ ഒരു കൺസെപ്റ്റ് ഒരു 1 more night എക്സ്ട്രാ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഇപ്പോൾ 2 nights ആണെങ്കിൽ 1 more night, 3 nights, 3 nights ആണെങ്കിൽ 1 more night, 4 nights, 7 nights ആണെങ്കിൽ 1 more night, 8 nights. അങ്ങനെ മൂന്നാറിന് വേർതിരിച്ച് എക്സ്പ്ലോർ ചെയ്യുക. വൈൽഡ് ലൈഫ് ഉണ്ട്, നല്ല റിച്ച് ഫ്ലോറ ആൻഡ് ഫൗണ ഉണ്ട്, കുറേ മൗണ്ടൻസ് ഉണ്ട്, കുറേ ഹിൽസ് ഉണ്ട് ട്രക്ക് ചെയ്യാനൊക്കെ എല്ലാത്തിനും. അങ്ങനെ നല്ല രീതിയിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. മിനിമം 3 nights 4 nights വന്ന് മൂന്നാറിൽ താമസിക്കുക, ക്ലൈമറ്റ് ആസ്വദിക്കുക. ഇപ്പോൾ ഞങ്ങൾ ബീയിങ് എ ലോക്കൽ
ഞങ്ങൾ ഡെയിലി ഈ സൺസെറ്റ് കാണാനായിട്ട് വരാറുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് ഇവിടെ വന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര റിലാക്സേഷനാണ്. അപ്പോൾ നല്ലൊരു ഫീലാണ്. ഈ സമയത്ത് നമുക്ക് എത്ര ക്രൗഡഡ് ആയിട്ടുള്ള എത്ര പാക്ഡ് ആയിട്ടുള്ള വർക്കായാലും വൈകുന്നേരം വന്നിട്ട് ഒരു 10 മിനിറ്റ് ഇവിടെ നിന്ന് സൺസെറ്റും കണ്ടു പോയി കഴിഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിരിക്കും. അന്നത്തെ ദിവസം വി മേഡ് ഇറ്റ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതുപോലെയാണ് ഇവിടെ വരുന്ന ട്രാവലേഴ്സും ആസ്വദിക്കണം എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. വന്ന് ഹറി ബറിയായിട്ട് ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് പോകാണ്ട് 2-3 നൈറ്റ് ചിൽ ഔട്ട് ആയിട്ട് നിൽക്കുക. ഒരു റിക്രിയേഷൻ എന്ന് പറയുന്നത് റീക്രിയേഷൻ ആണ്. മൂന്നാറിൽ വന്നിട്ട് ക്ലൈമറ്റ് ആസ്വദിക്കുക, 2-3 സൺസെറ്റ് സൺറൈസ് ഒക്കെ കാണുക, അങ്ങനെ തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതാണ് നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. മൂന്നാറിൽ ഞാൻ കാണുന്ന ഏറ്റവും നല്ല സൺസെറ്റ് ഇന്നാ കേട്ടോ. ഓ താങ്ക് യു. അത് ആക്ച്വലി ഇത് നമ്മളല്ല, നേച്ചറാണ്, സ്പോട്ട് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടണമെന്നില്ല. അതെ അതെ അതെ, എവറി ഡേ ഈസ് ഡിഫറെന്റ്. ശരിക്കും എനിക്ക് പറയാനുള്ളത് ക്യാമറയിലൂടെ കാണുന്നതിനേക്കാൾ ഒരു 10,000 ഇരട്ടി സൂപ്പറാണ് സൺസെറ്റ് അല്ലേ. നമ്മള് ക്യാമറ എല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സൺസെറ്റ് അല്ലേ, ക്യാമറ ഒന്ന് നോക്കിയത്. അപ്പം എന്തായാലും അതിനേക്കാളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇന്നത്തെ സൺസെറ്റ്. മൂന്നാറില് ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും നല്ല സൺസെറ്റ് ആണ്.